മേയറുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത്. നിന്നെ വിട്ടുന്ന എന്നെ ഒഴിപ്പിച്ച് തരാടാ. ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ക്യാമ്പയിൻ കമ്മിറ്റി അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്തത്. +2 കഴിഞ്ഞതിന് ശേഷം LBSൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗിൽ 1ാം സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഠനം അവിടെ ഉപേക്ഷിച്ചു. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജേന്ദ്രന് ഇല്ല എന്നുള്ള എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജേന്ദ്രന് ഇല്ല. എന്നെ കുരുക്കിന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയാണത്. ആര്യക്ക് തിയറിയേക്കാൾ ഇഷ്ടം പ്രോബ്ലം ചെയ്യാനാണ് താല്പര്യം. അത് നല്ല അടികൊള്ളാത്തതിന്റെ ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് 0 മാർക്കാണെന്ന് കണ്ടത്. അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. അപ്പത്താ തട്ടിപ്പാണല്ലേ, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ടക്കും പുട്ടും. അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം, ആ ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെ ആയിരിക്കും. മലയാളം ഗദ്യ സാഹിത്യത്തിന് 100ന് 7 മാർക്കാണ് കിട്ടിയത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അപ്പോഴേക്ക് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. IAS IPS ആവേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPM-നുള്ളത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഗുഡ് നൈറ്റ്.